സമസ്ത ലീഗ് തർക്കത്തിൽ കീറാമുട്ടിയായിരുന്നു CIC വിഷയം. ഒരു പക്ഷത്ത് സമസ്തയും മറുപക്ഷത്ത് സ്വാദിഖലി തങ്ങളും നിലയുറപ്പിച്ച വിഷയത്തിലാണ് ഒത്തുതീർപ്പിനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നത്. CIC സമസ്തക്ക് വഴങ്ങി പ്രവർത്തിക്കണമെന്നതുൾപ്പെടെ മുന്നോട്ട് വെച്ച 9 നിബന്ധനകൾ അംഗീകരിക്കാമെന്ന് ലീഗ് പക്ഷം ചർച്ചയിൽ നിലപാടെടുത്തു. സമസ്ത ഉപസമിതിയുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കും. സുന്നി മഹല്ല് ഫെഡറേഷൻ, പട്ടിക്കാട് ജാമിയ നൂരിയ തുടങ്ങി പരിഹരിക്കേണ്ട 15ഓളം തർക്ക വിഷയങ്ങൾ യോഗം ലിസ്റ്റ് ചെയ്തു. തുടർ ചർച്ചകൾ നടക്കുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ബാക്കി അതിലേക്ക് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദമായി കൊണ്ട് ഇരുന്ന് ഒരു പൂർണ്ണമായ രൂപത്തിൽ അടുത്ത ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിലോ അത് തീരുമാനിക്കപ്പെടും. ഇരുപക്ഷത്തു നിന്നും 6 പേരടങ്ങുന്ന സംഘങ്ങളായിരിക്കും തുടർ ചർച്ചകൾ നടത്തുക. ഈ മാസം 4-ന് വീണ്ടും ചർച്ച നടക്കും. ലീഗ് പക്ഷത്തു നിന്ന് സമദ് പൂക്കോട്ടൂർ, അബ്ദുറഹ്മാൻ കല്ലായി എന്നിവരും സമസ്ത പക്ഷത്തു നിന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തലൂർ തുടങ്ങിയവരും അടങ്ങുന്നതാണ് സംഘങ്ങൾ. സമസ്ത ലീഗ് തർക്കങ്ങൾ പരിഹരിക്കാൻ നേരത്തെയും ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല. എന്നാൽ CIC വിഷയത്തിൽ സമസ്ത ആവശ്യങ്ങൾ ലീഗ് പക്ഷം അംഗീകരിക്കാൻ തയ്യാറായത് തർക്കപരിഹാരമുണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ സമസ്തയുമായുള്ള ഭിന്നത പരിഹരിക്കണമെന്ന് ലീഗിൽ ശക്തമായ ആവശ്യമുയർന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.